രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനം നഗരനയം രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായി കേരള അർബൻ കോൺക്ലേവ് 2 ദിവസങ്ങളിലായി കൊച്ചിയിൽ നടന്നു വരികയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചകളിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇതിന് ചുക്കാൻ പിടിക്കുന്ന മന്ത്രി ശ്രീ MB രാജേഷ് കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. എന്താണ് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം? ചർച്ചകൾ ഇന്നലെ ഉദ്ഘാടന സമ്മേളനത്തോടു കൂടി തന്നെ തുടക്കം കുറിച്ചല്ലോ. ഇപ്പോൾ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുന്നതിനെക്കുറിച്ചും ആ വെല്ലുവിളികളെ നേരിടേണ്ടതിനെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. തൊട്ടു പിന്നാലെ തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഈ കോൺക്ലേവിൻ്റെ പ്രാധാന്യത്തെ അടിവരയിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേരള അർബൻ കോൺക്ലേവ് അല്ല, ഒരു ഗ്ലോബൽ അർബൻ കോൺക്ലേവ് ആണെന്നും കേരളം ഒരു മുൻകൈ എടുത്തിരിക്കുകയാണ് എന്നും അതിന് കേന്ദ്രത്തിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും എന്ന് കേന്ദ്രമന്ത്രി അവിടെ വേദിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല അദ്ദേഹം RRTSന് അനുമതി നൽകാൻ തയ്യാറാണ് എന്ന കാര്യവും അവിടെ പറയുകയുണ്ടായി. അപ്പം നഗരവൽക്കരണം എന്നത് നമ്മുടെ മുമ്പിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട പ്രതിഭാസമാണ് എന്ന് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നൊരു പ്രതിഭാസമല്ല. അത് ഇന്ത്യ ആകെ ആ പ്രതിഭാസം ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട്. കേരളത്തിൽ അതിൻ്റെ നിരക്ക് വളരെ വേഗത്തിലാണ്, വളരെ അതിവേഗത്തിലുള്ള നഗരവൽക്കരണമാണ് നടക്കുന്നത്. അപ്പം അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ ബാക്കി എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണം എന്ന ഒരാശയം അവിടെ ഉയർന്നു വരികയുണ്ടായി. പിന്നെ ഇതിൻ്റെ വിവിധ വശങ്ങൾ വിവിധ സെഷനുകളിലായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ പൊതുവിൽ വന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇപ്പോൾ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന പ്രധാന വെല്ലുവിളികളുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് അതിൽ കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളി പ്രധാനമാണ്. നമ്മൾ ചില ചുവടുവയ്പ്പുകൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടി സമഗ്രമായും ശാസ്ത്രീയമായിട്ടും കാലാവസ്ഥാ വ്യതിയാനത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നഗരാസൂത്രണം നടത്തുക എന്നത് ഇന്നലെ വിവിധ സെഷനുകളിൽ അത് ഉയർന്നു വന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ നഗരങ്ങളെ കൂടുതൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ, ഇപ്പോൾ ശിശു സൗഹൃദം മുതൽ വയോജന സൗഹൃദം വരെയാക്കിയിട്ട് എങ്ങനെ നഗരങ്ങളെ മാറ്റാം, എങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷിക്കാർ ഇവരെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ളതായിട്ട് നഗര സൗകര്യങ്ങളെ മാറ്റാം. നഗര പശ്ചാത്തല സൗകര്യങ്ങൾ മികച്ച, ഏറ്റവും കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞത് ലോക നിലവാരമുള്ള നഗര പശ്ചാത്തല സൗകര്യം കേരളത്തിന് സൃഷ്ടിക്കാൻ കഴിയും എന്നാണ്. അതിനും കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിവിധ കേന്ദ്ര പദ്ധതികൾ അതിന് ഉപയോഗപ്പെടുത്താം എന്ന് കേന്ദ്രമന്ത്രി തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നഗര പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനം. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നഗരമാലിന്യത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള സംസ്കരണം എന്നത്. അപ്പോൾ അക്കാര്യത്തിൽ കേരളം കുറേ പുരോഗതി കൈവരിച്ചു. ഇനി നമ്മൾ അവശേഷിക്കുന്ന പ്രശ്നം ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ദ്രവമാലിന്യ സംസ്കരണവും അതുപോലെ തന്നെ ശുചിമുറി മാലിന്യ സംസ്കരണവുമാണ്. അപ്പോൾ അക്കാര്യങ്ങളിൽ ധാരാളം ചർച്ചകളും പുതിയ ആശയങ്ങളും എല്ലാം ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. എല്ലാം ഇപ്പോൾ ക്രോഡീകരിച്ചു വരുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള പിന്നെ വളരെ ഗൗരവമായി ചർച്ച ചെയ്തൊരു കാര്യം ഈ അർബൻ ഫൈനാൻസിങ്ങിനെ കുറിച്ചാണ്. കാരണം കേരളത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇനി നഗരവികസനമാണ്. കാരണം കേരളം ഒരു നഗരമായി കഴിഞ്ഞു. അപ്പം നഗരവികസനത്തിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്താൻ ഇപ്പോൾ പരമ്പരാഗതമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന രീതിക്ക് പുറമെ പുതിയ എന്തെല്ലാം മാർഗ്ഗങ്ങൾ അവലംബിക്കാം. അതിനും ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ തുടക്കം കുറിച്ചു. ഇപ്പോൾ കേന്ദ്രമന്ത്രി ചില കാര്യങ്ങൾ അവിടെ തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പിന്നീട് നടന്ന ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഫോറം ഓഫ് മിനിസ്റ്റേഴ്സ് അവിടെയും ഈ കാര്യം ഉന്നയിക്കപ്പെട്ടു. പൊതുവിൽ വന്ന ഒരു ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നഗരങ്ങൾ വളരെ സമ്പന്നമാണ്. അപ്പം നഗരസഭകൾക്ക് വിഭവങ്ങൾ കണ്ടെത്താൻ പ്രയാസമില്ല. നികുതി ഭാരം ഒന്നും കൂട്ടാതെ തന്നെ വലിയ തോതിൽ വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ചർച്ച വന്നൊരു കാര്യം ലോക്കൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പ്രാദേശിക സാമ്പത്തിക വികസനത്തെ, നമ്മുടെ നഗരങ്ങളെ എങ്ങനെ ഈ സാമ്പത്തിക വളർച്ചയുടെയും വികസനത്തിൻ്റെയും എഞ്ചിനുകളാക്കി മാറ്റാം എന്നൊരു കാര്യം ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോൾ പ്രാദേശിക സാമ്പത്തിക വികസനം, പ്രാദേശിക സംരംഭങ്ങൾ വളർത്തിയെടുക്കുക, അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യ വികസനം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ വന്നു. പ്രാദേശിക സാമ്പത്തിക വികസനം വരുമ്പോൾ ഒരേ സമയം നഗരസഭകൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും, ഒപ്പം ആളുകൾക്ക് തൊഴിലും വരുമാനവും ഉണ്ടാക്കാനും കഴിയും. അപ്പോൾ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാൻ കഴിയും. പ്രാദേശിക സാമ്പത്തിക വികസനത്തിൻ്റെ നേട്ടങ്ങൾ എല്ലാവർക്കും തുല്യമായ നിലയിൽ, അല്ലെങ്കിൽ ഏറെക്കുറെ തുല്യമായ നിലയിലെങ്കിലും ലഭ്യമാക്കുക. ഈ തരത്തിലുള്ള ധാരാളം ചർച്ചകൾ, അതിനുതകുന്ന പുതിയ ആശയങ്ങളാണ് വന്നത്. എനിക്ക് എല്ലാ സമാന്തര സെഷനുകളിലും പങ്കെടുക്കാനായിട്ടില്ല. ഞാൻ പ്രധാനപ്പെട്ട ചില സെഷനുകളിലാണ്, ഇപ്പോൾ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പോൾ അവിടെയൊക്കെ പൊതുവിലൊരു ബ്രോഡ് കൺസെൻസസ് നമുക്ക് കാണാൻ പറ്റും. ഈ
രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ബ്രോഡായിട്ടുള്ള കൺസെൻസസ് നഗരവികസനമാണ് ഭാവി എന്നത്. ആ നഗരവികസനത്തെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ഇടപെട്ടുകൊണ്ട് നഗരവികസനത്തിൻ്റെ വെല്ലുവിളികളെ ശരിയായിട്ട് കൈകാര്യം ചെയ്യുക എന്നതാണ്. ആ കാര്യത്തിൽ പൊതുവായിട്ടുള്ള ഒരു കൺസെൻസസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് ഒരുപാട് സമാനതയുണ്ട്. ഇപ്പോൾ ഈ വലിയ ഈ ഹില്ലി സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഹിമാചലും ഉത്തരാഖണ്ഡും ഒക്കെ പോലുള്ളത്, അവിടെ വലിയ വെല്ലുവിളികൾ ഒരു നഗരവൽക്കരണം ഇങ്ങനെ ഒരു തരത്തിലുള്ള ആസൂത്രണവും ഇല്ലാതെ നടക്കുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സ്വന്തം അനുഭവത്തിന് മുൻനിർത്തിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അത് കുറേ കേരളത്തിലും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വയനാട്, ഇടുക്കിയൊക്കെ പോലുള്ള സ്ഥലങ്ങളിലും അവിടെ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. അപ്പോൾ പൊതുവിൽ മികച്ച ഒരു കോൺക്ലേവ് ആയിട്ടാണിത് വന്നിട്ടുള്ളത്. ധാരാളം ആശയങ്ങൾ അവിടെ ഉയർന്നു വരികയുണ്ടായി. ആഗോളതലത്തിൽ തന്നെയുള്ള വിദഗ്ധരും നയരൂപീകരണം നടത്തുന്നവരും ഭരണാധികാരികളും ഒക്കെ പങ്കെടുത്തതുകൊണ്ട് എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളും ആശയങ്ങളും വന്നു. ഇനി ഇതെല്ലാം കൂടി ഗവൺമെൻറ് ക്രോഡീകരിച്ച് നമ്മുടെ റിപ്പോർട്ടിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ആ ശുപാർശകൾ എങ്ങനെ നടപ്പാക്കുമെന്ന നയം എത്രയും പെട്ടെന്ന് തന്നെ ആവിഷ്കരിക്കും. അത് മന്ത്രിസഭയുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് ആ നയം എത്തിക്കും. മന്ത്രിസഭ അനുമതിയോട് കൂടിയിട്ട് അംഗീകാരത്തോടു കൂടിയല്ലേ നമുക്ക് നടപ്പാക്കാൻ പറ്റൂ. ഇപ്പോൾ കേരളം അതൊരു ചരിത്രം സൃഷ്ടിക്കലായിരിക്കും. ഞാനതാ ചോദിക്കാൻ വന്നത്. ഇപ്പോൾ ഇത് ഇന്ന് കോൺക്ലേവ് അവസാനിച്ചാൽ ഈ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, അതെല്ലാം ക്രോഡീകരിച്ച് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി മന്ത്രിസഭയെ ചർച്ച ചെയ്ത് അല്ലേ ഈ ക്രോഡീകരിച്ച ശേഷം ഇതിനെ നമ്മളൊരു നയമാക്കി മാറ്റും. ഇപ്പോൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും ശുപാർശകളും ഒക്കെയാണ് വരുന്നത്. അതിന് ഒരു നടപ്പിലാക്കാവുന്ന ഒരു നയമാക്കിയിട്ട് നമ്മൾ അതിനെ മാറ്റേണ്ടതുണ്ട്. അത് മന്ത്രിസഭ ചർച്ച ചെയ്ത് അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മന്ത്രിസഭയുടെ മുമ്പിൽ എത്തിക്കുക. കരട് നയം എന്താണ്, ഒരു കരട് നയം തയ്യാറാക്കുക. മന്ത്രിസഭ അംഗീകരിച്ചാൽ അത് നയമായി. ജമ്മു കാശ്മീർ MLA അടക്കം നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം കേരളത്തിനെ അഭിനന്ദിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം രാജ്യത്ത് ഇങ്ങനെ ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് എടുക്കണമെന്നൊക്കെ. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ കൂടി മാതൃകയാവുന്ന രീതിയിലാണ് എന്നാണ് കേന്ദ്രമന്ത്രിയും ഹിമാചലിലെ മന്ത്രിയും ഒക്കെ പറഞ്ഞത്. ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇത് പകർത്തുകയും മാതൃകയാക്കുകയും ചെയ്യാം. കേരളത്തിൻ്റെ ഈ നഗര കമ്മീഷൻ്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ കോൺക്ലേവിലെ ആശയങ്ങളുമെല്ലാം എന്നത് അത് ഓരോ സംസ്ഥാനത്തിൻ്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ കൂടി ഉപയോഗിക്കാവുന്നതാണ് ഇത് എന്നാണ്. കേന്ദ്ര സർക്കാർ ഞാൻ മനസ്സിലാക്കുന്നത് വൈകാതെ ഒരു ദേശീയ തലത്തിൽ അർബൻ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ പോകുന്നു എന്നതാണ്. നമ്മുടെ അർബൻ കോൺക്ലേവിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ തന്നെ ഒരു അർബൻ കോൺക്ലേവിന് കേന്ദ്ര നഗരവികസന മന്ത്രാലയം തയ്യാറാവുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിൽ നോക്കുമ്പോൾ രാജ്യത്തിനൊരു മാതൃകയാണിത്. ഒരു പുതിയ ചരിത്രം കേരളം സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിത് വേണോ വേണ്ടെന്നുള്ളതല്ല, നമുക്ക് ചെയ്തേ പറ്റൂ. ഈ നഗരവൽക്കരണത്തെ നമ്മൾ ശാസ്ത്രീയമായിട്ട് സമഗ്രമായിട്ട് അഭിസംബോധന ചെയ്തേ പറ്റൂ എന്നത് ആ അനിവാര്യതയിൽ നിന്ന് കൂടിയാണ് നമ്മൾ ഇത്തരമൊരു കോൺക്ലേവിലേക്ക് എത്തിയത്. ഈ 2 ദിവസത്തെ കോൺക്ലേവിലൊരു പങ്കാളിത്തമൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇതൊരു പൂർണ്ണ വിജയമായി എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായും ആദ്യമായിട്ടാണ് നമ്മൾ ഇത്തരം കോൺക്ലേവ് നടത്തുന്നത്. നമ്മുടെ മുമ്പിൽ ഇതുപോലൊരു കോൺക്ലേവിൻ്റെ മുൻ മാതൃകകളില്ല. പിന്നെ കേരളത്തിലെ 93 നഗര തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അവരെല്ലാം ജനപ്രതിനിധികൾ വളരെ ആവേശത്തോടു കൂടി തന്നെ അങ്ങേയറ്റത്തെ താല്പര്യത്തോടു കൂടി തന്നെ ഇതിൽ പങ്കാളികളായി, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ കോൺക്ലേവിൽ ഈ കക്ഷി രാഷ്ട്രീയ ഭിന്നതയോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും വളരെ കാര്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളൊക്കെ അവതരിപ്പിക്കുകയും കേന്ദ്രത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഹിമാചൽ പ്രദേശിലെ മന്ത്രി, അദ്ദേഹം മറ്റൊരു പാർട്ടിയാണ്, നഗരവികസന മന്ത്രി. ഇതിനായിട്ട് 2 ദിവസം പൂർണ്ണമായിട്ട് അദ്ദേഹം ഇവിടെ പങ്കെടുക്കുകയാണ്. 2 സെഷനിൽ, ഉദ്ഘാടന സെഷനിലും അതിന് പുറമെ ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഫോറം ഓഫ് മിനിസ്റ്റേഴ്സിലും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. പിന്നെ കേരളത്തിലെ മുഴുവൻ തദ്ദേശ ജനപ്രതിനിധികളും എല്ലാ പാർട്ടിയിലും പെട്ടവർ എല്ലാവരും ഇവിടെ പങ്കെടുത്തു. ബഹുമാനായിട്ടുള്ള MLA മാർ, UDF MLA മാർ ശ്രീ കെ ബാബുവും അതുപോലെ ശ്രീ TJ വിനോദും ഇതിൽ പങ്കെടുക്കേണ്ടത്. TJ വിനോദിൻ്റെ സംഘാടനത്തിലും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവും അദ്ദേഹത്തിന് നേരിട്ട് വരാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അയച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുകയുണ്ടായി. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നത്തെ കേരളത്തിന് ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും അണിനിരത്താൻ കഴിഞ്ഞു എന്നതും ഒരു പ്രത്യേകതയാണ്. താങ്ക് യു മിനിസ്റ്റർ. തീർച്ചയായും നഗരനയം ആവിഷ്കരിക്കാനുള്ള ആ പാതയിലേക്ക് കേരളം പോവുകയാണ്, സഞ്ചരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് 2 ദിവസങ്ങളായി സംഘടിപ്പിച്ച കോൺക്ലേവ് പൂർണ്ണ വിജയമായിരിക്കുകയാണെന്നുള്ളതാണ് മന്ത്രി MB രാജേഷ് പറഞ്ഞത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായൊരു പിന്തുണ ഈ കോൺക്ലേവിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് മന്ത്രി കൈരളി ന്യൂസുമായി പങ്കുവച്ചത്.
കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ പി കെ സജീവനൊപ്പം കെ എം ഉമേഷ്, കൈരളി ന്യൂസ്.